ബിഗ് ബോസ് നമ്മൾ സീസൺ 8 99-ാമത്തെ ദിവസം ജനുവരി 13-ാമത്തെ ദിവസത്തിന്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. അതായത് നമ്മുടെ ഫിനാലെ വീക്കിന്റെ തുടക്കമായി 11-ാമത്തെ ആഴ്ച. 6 ടോപ്പ് 6 കണ്ടസ്റ്റൻസ്. അപ്പം നിലവിൽ ഓൾറെഡി ചലഞ്ചിങ് 8 ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അവർക്ക് ചെറിയ രീതിയിൽ ബിഗ് ബോസ് ചെറിയ പണികൾ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസിൽ അവസാന സ്റ്റേജിലേക്ക് എവിക്റ്റ് ആയി പോയവരൊക്കെ ഒന്നൊന്നായി കയറി തുടങ്ങുന്നു. അതിനോടൊപ്പം രാവിലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനുള്ളിൽ നടക്കുന്നു. വേറൊന്നുമല്ല, ചലഞ്ചിങ് 8 കണ്ടസ്റ്റൻസുമായി വന്നവർ ഇതിന് അർഹരാണോ, മറ്റുള്ളവർ എങ്ങനെയുണ്ടെന്നൊക്കെ ബിഗ് ബോസിന്റെ ഒരു മോർണിംഗ് ടാസ്കുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കുന്നു. പിന്നെ തർഷികയുടെ എൻട്രി എല്ലാവരും ഒന്ന് എവക്റ്റിംഗ് ആയിരുന്നു. വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, തർഷിക വിശാൽ ആ ഒരു ഇഷ്യൂസിൽ അവരെന്താണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും അതിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയായിരുന്നു. രാവിലെ തന്നെ നമ്മുടെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിപ്പിച്ച് ഈ ഒരു ചലഞ്ചിങ് 8 എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചലഞ്ചിങ് 8 നിലവിലുള്ള ടോപ്പ് 6 കണ്ടസ്റ്റൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റീപ്ലേസിങ്ങിന് അവരതിനുള്ള അർഹത അവർക്കുണ്ടോ എന്ന് രണ്ട് കൂട്ടരോടും ചോദിക്കുന്നു. അപ്പം ടോപ്പ് 6നെ സംബന്ധിച്ച് അവർ പറയുന്നു അവര് വന്നു, അതുപോലെ തന്നെ അവരവരുടേതായ ഒരു സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു എന്നതിലപ്പുറം ഒരു ഗെയിമോ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റുന്ന രീതിയിൽ ഒരു പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്തില്ല എന്ന് പറയുന്നു. അതോടൊപ്പം നമ്മുടെ ചലഞ്ചിങ് 8 ആയിട്ടുള്ള വന്ന കണ്ടസ്റ്റൻസ് പല രീതിയിൽ അവർ പറയുന്നു ഇന്ന ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ നടത്തി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കി. എന്നെ സംബന്ധിച്ച് അവരെ വെറുതെ കൊണ്ടുവന്നതാണ്. ബിഗ് ബോസും വെറുതെ ഒരു ടൈം പാസിന് അവരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വെറുതെ ഒരു കഥയും ഉണ്ടാക്കി റീപ്ലേസ് ചെയ്യും, നിങ്ങൾക്കൊരു അവസരം, രണ്ടാമതൊരു അവസരമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രിയേറ്റീവ് വെറുതെ ആ ഒരു ചലഞ്ചിങ് 8നെ ഇതിനുള്ളിലേക്ക് കയറ്റി വിട്ടതാണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും വെറുതെ ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊടുത്ത് പോലെ അങ്ങോട്ട് നടത്തിക്കുകയാണ്. എന്താണെന്നുണ്ടെങ്കിൽ അവരവരെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്തു എന്ന് പറയുന്നു. നമുക്ക് പറയാം പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഇത്രയും ദിവസം ഈ 98 ദിവസങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവര് പുറത്തു പോയിരുന്ന് കണ്ടിട്ട് വന്ന് ഓരോരുത്തരുടെ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോന്നിരുന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരുന്ന് എക്സ്പ്ലനേഷൻ ചോദിക്കുക, അതിന്റെ പേരിൽ ഓരോരുത്തരെയും കുത്തി നോക്കുക, ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ഗെയിം എന്ന് പറയുന്ന രീതിയിലൊന്നും പ്രത്യേകിച്ചൊന്നും തന്നെ ഉണ്ടായില്ല. നമ്മുടെ ഫാറ്റ്മാൻ രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒരു സോഫയുടെ കോർണറിൽ പോയിരുന്നിട്ട് 6-7 മണിക്കൂർ ഇരുന്ന് സ്പീച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരുന്ന് മണ്ടക്കെഴുകാൻ നോക്കുന്നു. അത്ര മാത്രമേ നടന്നുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ ഈ ഒരു ചലഞ്ചിങ് 8 വന്നിട്ട് ഒന്നും തന്നെ നടന്നില്ല. അവസാനം ബിഗ് ബോസ് തന്നെ പറയുന്നു നിങ്ങൾ ആരും ഇതിന് അർഹരല്ല റീപ്ലേസ് ചെയ്യാൻ, ഈ ടോപ്പ് 6 അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പം ഈ പറഞ്ഞ ചലഞ്ചിങ് 8 തന്നെ ഒരു കൺഫ്യൂഷൻ ആകുന്നു. എന്തിന് ഞങ്ങൾ വന്നു, എന്തുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നു, ഞങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ, അങ്ങനെ ഒരു ടോക്സ് ഒക്കെ ഇതിനുള്ളിൽ പോകുന്നു. അതാണ് ഒരു മോർണിംഗ് ടാസ്കും സെക്ഷനും കാര്യങ്ങളും ഒക്കെ നടന്നത്. അതിനുശേഷം നമ്മുടെ എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസിൽ അവസാന സ്റ്റേജിൽ എവിക്റ്റ് ആയി പോയ ഓരോ കണ്ടസ്റ്റൻസിന്റെ എൻട്രിയാണ്. തർഷിക, അതുപോലെ തന്നെ ജെഫ്രി, സത്യ, ആനന്ദി, രഞ്ജിത്ത്, 5 കണ്ടസ്റ്റൻസ് ആണ് ഇന്നലെ എൻട്രി ചെയ്തത്. അപ്പം അതിൽ നമ്മുടെ തർഷികയുടെ എൻട്രിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ ഒന്ന് നോക്കുകയാണ്. വിശാൽ, തർഷിക ഇഷ്യൂ, ആ ഒരു ലവ് കണ്ടന്റ് പുറത്തുനിന്ന് വന്നവരെല്ലാം വന്ന് വേറൊരു രീതിയിൽ പറയുകയും പുറത്തു സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ആ ഒരു ടോപ്പിക്സ് ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് അത് പറഞ്ഞ് വിശാലിനെ കുറച്ച് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുമെന്നറിയാൻ പ്രേക്ഷകരൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം അതിനിടയിൽ നമ്മുടെ സത്യ, ജെഫ്രി എന്നിവർ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നു. അപ്പം ഇവർ വരുന്ന സമയത്ത് ഇവർക്കെതിരെ നമ്മുടെ അർണവ് കുറച്ച് പ്രകടനങ്ങൾ നടത്തിയിരുന്നു. വന്ന സമയത്ത് നമ്മുടെ സത്യ ഷർട്ടൊന്നും ഇടാതെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫുൾ ടൈം നടക്കുന്നത്. അതുപോലെ തന്നെ ജെഫ്രി ഗേൾസിന്റെ എല്ലാം കൂടി നടക്കുകയാണ്, തുടലും തടവലും തന്നെയാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞൊരു കമന്റ്സ് അർണവ് വരുന്ന സമയത്ത് ഇറക്കിയിരുന്നു. ഇവർ വന്ന ഉടനെ തന്നെ അർണവിനെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ മനസ്സിലാകാന്നുള്ളൂ. അത്യാവശ്യം അർണവ് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് വരുന്നവരുടെ എല്ലാം കയ്യിൽ നിന്ന്. അനാവശ്യമായിട്ട് ഓവർ ഹൈപ്പിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടാനുള്ള ശ്രമങ്ങളിൽ വാങ്ങിച്ചു കൂട്ടുകയാണ് ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഇടയിൽ നിന്ന്. ആവശ്യത്തിന് പുള്ളി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അനാവശ്യമായിട്ട് ഫയർ ചെയ്യാൻ വന്ന് അവനവന്റെ ഗെയിം നോക്കി പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. അല്ലാണ്ട് ഇതുപോലെ വെറുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചും കിട്ടുമെന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം. സത്യയും ജെഫ്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും പറഞ്ഞു. അതുപോലെ തന്നെ വന്ന സത്യയും ജെഫ്രി എല്ലാവർക്കും കണ്ടസ്റ്റൻസിനൊക്കെ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂയും കൊടുത്ത് മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ നമ്മുടെ ആനന്ദി, രഞ്ജിത്ത് വരുന്നു. ഇടയിൽ നമ്മുടെ
തർഷികയും അതുപോലെ തന്നെ ഫാറ്റ്മാൻ രവീന്ദ്രനുമായിട്ട് ഒരു ഫൈറ്റ്. വേറൊന്നുമല്ല, പുറത്ത് നടന്ന ഇഷ്യൂയും നമ്മുടെ വിശാലുമായിട്ടുള്ള ഇഷ്യൂ. രവീന്ദ്രൻ അവിടെ വന്ന് വിശാലിനോട് ഇത് പറയുകയും തർഷിക പുറത്തു പോയി വിശാലിനെതിരെ സംസാരിച്ചു, വിശാലിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ പറഞ്ഞു. തർഷിക അത് വന്ന് രവീന്ദ്രനോട് ചോദിക്കുകയും അവർ തമ്മിൽ ഒരു ഫൈറ്റ് ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുന്നു. മേലാൽ എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർഷിക അവിടെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. രവീന്ദ്രനെ സംബന്ധിച്ച് പുള്ളി പറഞ്ഞ അല്ലെങ്കിൽ പുറത്ത് തർഷിക പറഞ്ഞ കാര്യം മാത്രമേ രവീന്ദ്രൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. തർഷിക അവിടെ വന്നിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയും ഒരു സെന്റിമെന്റൽ ഡ്രാമ കളിച്ച് പ്രേക്ഷകർക്കിടയിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഇമേജ് റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തൻ്റെതായ രീതിയിൽ ഫാമിലീസിന്റെ കാര്യവും ഫാമിലി മെമ്പേഴ്സിന്റെ അവസ്ഥകളും ഇതുമായി ബന്ധപ്പെട്ട് താൻ ഫൈനലിൽ എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഇതുമൂലം തനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉണ്ടാക്കി പറഞ്ഞൊരു സംഭവമൊക്കെ കഥയൊക്കെ ഉണ്ടാക്കി ഒരു സെന്റിമെന്റൽ അപ്രോച്ച് ഒക്കെ നടത്താൻ നോക്കി. തർഷിക നമുക്കറിയാം ആ ഒരു ലവ് കണ്ടന്റിന്റെ മാത്രം കാരണം കൊണ്ടൊന്നുമല്ല. ആദ്യത്തെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നപ്പോഴത്തേനും തർഷികയുടെ മാറ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ അടുത്തൊരു ക്യാപ്റ്റൻ കൂടി ആയതുകൊണ്ട് അവിടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും കണ്ടസ്റ്റൻസിനും അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ഒരു കണ്ടന്റുകളോ ഒരു ടാസ്കുകളോ ഒന്നും തർഷികയെ സംബന്ധിച്ചില്ലായിരുന്നു. ആദ്യത്തെ ആ ഒരു ആഴ്ചത്തെ ഹൈപ്പ് മാത്രമേ തർഷികയെ സംബന്ധിച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കൂട്ടത്തിൽ ഈ ഒരു സ്കൂൾ ടാസ്ക് എല്ലാം വന്നിട്ട് ആ ഒരു ലവ് കണ്ടന്റും ഡ്രാമയും കൂടി ആയപ്പോഴത്തേനും തീരുമാനമായി. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് അതിനകത്ത് പറയാനൊന്നുമില്ല. സോ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ആർഗ്യുമെന്റും കാര്യങ്ങളും ഫാറ്റ്മാൻ രവീന്ദ്രനുമായിട്ടൊക്കെ നടക്കുന്നു. പിന്നീട് നമ്മുടെ വിശാലുമായിട്ട് ഇവര് പേഴ്സണലി ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും തർഷിക പുറത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുത്ത് തൻ്റെതായ സൈഡ് ക്ലിയർ ചെയ്യാനാണ് ശ്രമിച്ചത്. വിശാൽ ഇതിന് ഹോപ്പ് കൊടുത്തു. അതായത് രണ്ടുപേരും ഇതിൽ ഉൾപ്പെട്ട ഒരാളാണ്. തർഷികയാണ് പുറകെ നടന്നതും തർഷികയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞതും വിശാൽ ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. വിശാൽ ഈ കാര്യങ്ങൾ വിശാലിന്റെ സൈഡ് വളരെ ക്ലിയർ ആയിരുന്നു. തനിക്ക് ഇതിനോട് താല്പര്യമില്ല, പുള്ളിയുടേതായ പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ളവർ ഇതും പറഞ്ഞ് കളിയാക്കുന്നത് കൊണ്ട് മാത്രം ജസ്റ്റ് അതിനോട് പിടിച്ചു നിൽക്കാൻ കുറച്ച് ഇതിൽ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. തർഷികയോടും ക്ലിയർ ചെയ്ത കാര്യമാണ്. താല്പര്യമില്ല, എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണം, അതുപോലെ തന്നെ ഒരിക്കലും ഹോപ്പ് കൊടുക്കാൻ താല്പര്യമില്ല. തർഷികയും ആ സമയത്ത് പറഞ്ഞതാണ് വെൽ മെച്ചുവേർഡ് ആണ്, ലവ് വേറെ എൻ്റെ ഗെയിം വേറെ, ഇതുമായി ബന്ധപ്പെട്ടതൊന്നുമില്ല, അത് മറ്റൊരു സൈഡിൽ നടന്നുകൊള്ളും. നമ്മുടെ പവിത്ര ചോദിക്കുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തർഷിക വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഇതിനുമായി ഒരു ബന്ധവുമില്ല, ലവ് ഒന്നുമില്ല, വെറും ക്രഷ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ വിശാലിനോട് പറയുന്നു എനിക്ക് സ്പേസ് കൊടുത്തത് കൊണ്ടാണ്, എൻ്റെ സ്പേസിൽ നിങ്ങൾ വന്ന് എനിക്ക് ഹോപ്പ് കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ അത്രയും ദിവസം വിശാൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഹോപ്പ് തന്നിരുന്നോ, എന്റർടൈൻ കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലും അത് എൻകറേജ് ചെയ്യുന്നതായിട്ട് പറഞ്ഞില്ല, ഹോപ്പ് കൊടുക്കുന്നതായിട്ട് പറഞ്ഞില്ല. ജസ്റ്റ് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ക്രഷ് തോന്നി അത് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ച തർഷിക ഇവിടെ വന്നപ്പോൾ അത് ടോട്ടലി ചേഞ്ച് ചെയ്ത് വിശാലിന് മേലെ മൊത്തവും ബ്ലെയിമും തള്ളി എങ്ങനെയെങ്കിലും ഈ ഒരു സംഭവത്തിൽ നിന്ന് തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ തൻ്റെ തെറ്റല്ല, വിശാൽ തന്നെ ചതിച്ചു എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റാനുള്ള ശ്രമമാണ്. എന്നാൽ ചിരിച്ചുകൊണ്ട് ഒരിക്കലും താഴ്ത്താൻ ശ്രമിക്കുന്നില്ല, വിശാലിനെ താഴ്ത്താൻ ശ്രമിക്കുന്നില്ല. നന്നായിട്ട് വരണം, ഇതെൻ്റെ കൂടെ തെറ്റാണ്, മ്യൂച്വലി ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിനിടയിൽ കുറെ സംഭവങ്ങൾ കുത്തിത്തിരികി വിശാലിന് മേലിലേക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. തർഷിക കൊടുത്തിയ ആ ഒരു റിങ്ങും കാര്യങ്ങളും ഒക്കെ തിരിച്ചു മേടിച്ച് തിരിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒരു പരവത്തിൽ സോർട്ട് ഔട്ട് ചെയ്ത് എന്തൊക്കെയോ താൻ സംഭവമാണ് അല്ലെങ്കിൽ തൻ്റെ സൈഡിൽ തെറ്റൊന്നും ഇല്ലെന്നൊക്കെ വരുത്തി തീർത്ത് തർഷിക നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാകുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. നമ്മൾ പ്രേക്ഷകർക്കറിയാം അവിടെ എന്താണ് നടന്നതെന്നും എന്തൊക്കെയാണ് ഇവർ സംസാരിച്ചതെന്നും പുറത്ത് പോയിട്ട് തർഷിക എന്തൊക്കെ സംസാരിച്ചു എന്നും ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് ഇതെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇനി ഒരു നാടകം കളിക്കണോ, നല്ല പിള്ള ചമയേണ്ട കാര്യമില്ല, ഓപ്പൺ ആയിട്ട് സമ്മതിച്ചാൽ മതി. ആ സമയത്ത് ഒരു സംഭവം ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായി, രണ്ടുപേരും അങ്ങനെ ഒരു സംഭവം നടന്നു, അക്സെപ്റ്റഡ്, ഫിനിഷ്. ആ സമയത്ത് തോന്നി അതങ്ങനെ നടന്നു, അക്സെപ്റ്റ് ചെയ്തു. വിശാലിനെ സംബന്ധിച്ച് അത് അങ്ങനെയൊന്നുമില്ല, തർഷികയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, ആ സമയത്ത് അത് കണ്ടിന്യൂ ചെയ്തു പോയി, അത്രേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളോ ഉള്ളൂ, അല്ലാണ്ട് ഇനി ഒരാളുടെ സൈഡിൽ ക്ലിയറൻസ് കൊടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പ്രധാന കണ്ടന്റുകൾ നടന്നത്. ഇനി അടുത്ത കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഒരു വെയിറ്റിംഗിലാണ്. അതുപോലെ തന്നെ വിശാലൊക്കെ നമ്മുടെ അൻഷിതക്കൊക്കെ ആയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനി മഞ്ജരി, റാണവ്, ഈ അടുത്ത് എവിക്റ്റ് ആയി പോയിട്ടുള്ള നമ്മുടെ അരുൺ, ദീപക് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് ആരുടെ എൻട്രി ഒക്കെ ഉണ്ട്? നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചത് അൻഷിത അതുപോലെ തന്നെ റാണവ്, മഞ്ജരിയൊക്കെ എൻട്രി ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇന്ന് പൊങ്കലിന്റെ സെലിബ്രേഷൻ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇന്നലെ അവര് ബിഗ് ബോസ് ഹൗസിൽ കയറി, അല്ലെ ബിഗ് ബോസ് ഹൗസിൽ എത്തി എന്നാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ബിഗ് ബോസ് നമ്മൾ സീസൺ 8
കാണുന്ന പ്രേക്ഷകരൊക്കെ പറയുക ആരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്, ആർക്കാണ് സാധ്യത കൂടുതൽ. അപ്പം ഇതും ഈ ഒരു വോട്ടിംഗ് ലൈനപ്പ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനൊക്കെ വോട്ട് ചെയ്യുക. അപ്പം ചിലപ്പോൾ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ പണപ്പെട്ടി ടാസ്കും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. പണപ്പെട്ടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ തരുന്നതായിരിക്കും. അത് ആരെങ്കിലും എടുക്കാതെ വന്നെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ വാരം അവസാനത്തേക്ക് സാറ്റർഡേക്ക് മുന്നേ ഒരു എവിക്ഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.